ജീവശാസ്ത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെന്നിരിക്കുന്നത് നമ്മുടെ 4ാമത്തെ പാഠഭാഗമായ അകറ്റി നിർത്താം രോഗങ്ങളെ, കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന പാഠഭാഗത്തിലേക്കാണ്. ഈ പാഠഭാഗത്തിലെ വൈറസുകളെ കുറിച്ചും വൈറസ് കുലത്തിലെ 1-2 രോഗങ്ങളെ കുറിച്ചും നമുക്കിന്ന് വിശദമായി ചർച്ച ചെയ്യാം. കൂട്ടുകാരെല്ലാവരും തയ്യാറാണല്ലോ? ഓക്കെ, ശരി. വൈറസ് രോഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് എന്താണ് വൈറസ്, അതിന്റെ പ്രത്യേകത എന്താണ് എന്നതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ആദ്യം നമുക്ക് വൈറസിന്റെ ഘടന, അതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. എന്താണ് കൂട്ടുകാരെ വൈറസ് എന്ന വാക്കിനർത്ഥം? അതെ, ശരിയാണ്, പോയിസൺ. പോയിസൺ എന്നാണ് വൈറസ് എന്ന വാക്കിന്റെ അർത്ഥം. വൈറസ് എന്ന് പറയുന്നത് വളരെ ലഘുവായ, വളരെ സിമ്പിളായ ഘടനയുള്ള സൂക്ഷ്മാണുവാണ്. അതായത് ഒരു പ്രോട്ടീൻ കോട്ടിങ്ങിനുള്ളിൽ ഒരു DNA എന്ന തന്മാത്ര അല്ലെങ്കിൽ RNA എന്ന തന്മാത്ര അടങ്ങിയതാണ്. അപ്പോൾ DNA മോളിക്യൂൾ അല്ലെങ്കിൽ RNA മോളിക്യൂൾ അടങ്ങിയ ഒരു പ്രോട്ടീൻ കോട്ടിംഗ് ഉള്ള ഒരു സൂക്ഷ്മാണുവാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറസിനെ നമുക്ക് 2ആക്കി തരംതിരിക്കാം. അതായത് RNA മോളിക്യൂളാണ് കാണുന്നതെങ്കിൽ RNA വൈറസ് എന്നും, DNA ആണ് കാണുന്നതെങ്കിൽ അതിനെ DNA വൈറസ് എന്നും നമുക്ക് വിളിക്കാം. വൈറസുകളെ കുറിച്ച് പൊതുവായി പറയുകയാണെങ്കിൽ മറ്റുള്ള കോശങ്ങളിൽ കാണുന്ന പോലെ, മറ്റുള്ള സെൽസിൽ കാണുന്ന പോലെയുള്ള ആ ഓർഗനൽസ് അഥവാ കോശങ്ങളൊന്നും തന്നെ വൈറസിനില്ല. പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ജനിതക ഘടകം എന്ന് പറയുന്നത് അഥവാ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA ആണ്. അപ്പോൾ എങ്ങനെ? നമുക്കറിയാം, ബാക്ടീരിയ അത് നമ്മളെ ആക്രമിക്കുമ്പോൾ ഏറ്റവും ആദ്യം അത് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ്. ഇതൊന്നുമില്ലാത്ത വൈറസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? അതിനാണ് ഏത് ആതിഥേയ കോശത്തിനകത്തേക്കാണോ വൈറസ് പ്രവേശിച്ചത്, അല്ലെങ്കിൽ ഏത് ഹോസ്റ്റ് സെല്ലിലേക്കകത്താണോ വൈറസ് പ്രവേശിച്ചത്, അതിൻ്റെ ജനറ്റിക് മെക്കാനിസം അഥവാ ജനിതക സംവിധാനം കീഴ്പ്പെടുത്തുകയും അതുപയോഗിച്ച് സെൽഫ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്വയം ഇരട്ടിക്കുകയും ചെയ്യുക എന്നതാണ് വൈറസുകൾ പ്രധാനമായും ചെയ്യുന്നത്. അപ്പോൾ വൈറസുകളുടെ പൊതുവായ ഘടന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലേ? ഓക്കെ, ശരി, വെരി ഗുഡ്. ഇനി ഈ വൈറസുകൾ ഉണ്ടാകുന്ന ചില രോഗങ്ങളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അല്ലേ? ഓക്കെ. കൂട്ടുകാരെ, നമ്മളെ മുൻപിൽ 2 വർഷം മുൻപ് പത്രങ്ങളിൽ വന്ന തലക്കെട്ടുകളൊന്ന് ശ്രദ്ധിച്ചേ. നിപ്പ സ്പ്രെഡ് ആസ് എ സ്കെയർ, ഭീതി ഉയർത്തി നിപ്പ പടരുന്നു. അതുപോലെ മെഡിസിൻസ് ഫോർ നിപ്പ വൈറസ് അറൈവ്ഡ്, നിപ്പ വൈറസിന് മരുന്ന് കണ്ടെത്തി. 2 വർഷം മുൻപ് നമ്മളെ ഭീഷണിപ്പെടുത്തിയ ഒരു വൈറസ് ആയിരുന്നു നിപ്പ. എല്ലാവരും ഓർക്കുന്നില്ലേ? ഓർക്കാതെ എങ്ങനെയെന്ന് ചിലർ പറയുന്നു. അതെ, ആദ്യം ഈ നിപ്പ വൈറസ് കണ്ടുവന്നത് മലേഷ്യ എന്ന രാജ്യത്തായിരുന്നു. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പിന്നീട് ബംഗ്ലാദേശിലും കണ്ടുവന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൊച്ചു കേരളത്തിലും നിപ്പ വൈറസിന്റെ ആക്രമണം ഉണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നിപ്പ വൈറസിനെ കുറിച്ചും അത് പകരുന്നതിനെ കുറിച്ചും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ കൂട്ടുകാരെ? നിപ്പ വൈറസ് എന്ന വൈറസാണ് നിപ്പ രോഗം ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അത്? അപ്പോൾ ഇതാ ടെക്സ്റ്റ് ബുക്കിലെ നിപ്പ വൈറസിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം നമുക്ക് കാണാം. എല്ലാവരും അതൊന്ന് ശ്രദ്ധയോടെ നിരീക്ഷിച്ചേ. ഇവിടെ എന്താണ് കൂട്ടുകാരെ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, നിപ്പ വൈറസ് മറ്റൊരാളിലേക്ക് പകരുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്നതാണ്. നിപ്പ വൈറസുകൾ നമ്മളിലേക്ക് എത്തുന്നത് പഴം തീനികളായ വവ്വാലുകളിൽ നിന്നാണ്. അതായത് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സിൽ നിന്നും.
അവരാണ് ഈ വൈറസുകളുടെ റിസർവോയർ. അതായത് വൈറസുകൾക്ക് സുഖമായി താമസിക്കാനുള്ള ഇടം എന്നർത്ഥം. വവ്വാലുകളിൽ ഒരിക്കലും ഈ വൈറസുകൾ ഒരു രോഗങ്ങൾ ഉണ്ടാക്കുകയോ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല. പക്ഷേ ചില പ്രത്യേക സമയങ്ങളിൽ ആ വൈറസുകൾ ആ വവ്വാലുകളിൽ നിന്നും പുറത്തേക്ക് വരും. പ്രധാനമായും അവരുടെ സലൈവയിൽ നിന്നും യൂറിനിൽ നിന്നുമാണ് വൈറസുകൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രിയ കുട്ടികളെ, ഇതെങ്ങനെ നമ്മളിലേക്ക് എത്തും? നമ്മളിലേക്ക് എത്തുന്നത് ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്റുകളുമായി അഥവാ ഈ വവ്വാലുകളുമായി ഇടപഴകുമ്പോൾ ഈ സലൈവയിലൂടെയും യൂറിനിലൂടെയും ഒക്കെ വൈറസുകൾ നമ്മളിലേക്ക് എത്തും. അല്ലെങ്കിൽ അവർ കഴിച്ച ഫ്രൂട്ട്സിന്റെ ബാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഇഫ് വി ഈറ്റ് ദ റിമെയിൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൻ ബൈ ബാറ്റ്സ്, അതുവഴിയും നമ്മളിലേക്ക് എത്താം അല്ലേ? അപ്പോൾ രണ്ട് രീതികൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് നമ്മളിലേക്ക് എത്താം. രണ്ടാമത് ഈ വവ്വാലുകൾ കഴിച്ച പഴങ്ങളുടെ ബാക്കി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്താനുള്ളൊരു വഴിയാണ്. മൂന്നാമതൊരു വഴിയുണ്ട്, ഇതല്ലാത്തൊരു വഴിയാണത്. അതേതാന്ന് നിങ്ങൾക്കറിയോ? ചിത്രീകരണത്തിൽ കാണാല്ലേ? പന്നികളിലൂടെ, പിഗ്സിലൂടെ നിപ്പ വൈറസ് നമ്മളിലേക്ക് എത്താം അല്ലേ? ഈ ചിത്രീകരണം പോലെ തന്നെ വവ്വാലുകളുടെ സലൈവയിലൂടെയും യൂറിനിലൂടെയും അത് പന്നികളിലേക്ക് എത്തും, പിഗ്ഗിലേക്ക് എത്തും. അവരുമായി അതായത് ഈ പന്നികളുമായി ഇടപഴകുമ്പോൾ മനുഷ്യരിലേക്കും വൈറസ് എത്തും. അപ്പോ നിപ്പ എങ്ങനെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, വെരി ഗുഡ്. ശരി, ഇനി മനുഷ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്താം. അതായത് നിപ്പ പേഷ്യന്റിൽ നിന്നും സ്നീസിംഗ് വഴിയും കഫ് വഴിയും അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് അഥവാ അന്തരീക്ഷ വായുവിലേക്ക് എത്താനും വളരെ വേഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാനും കഴിയും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതെ, ചുരുങ്ങിയ ദിവസം കൊണ്ട് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ കഴിയുന്ന ഒരു വൈറസാണ് നിപ്പ വൈറസ്. ശരി, നിപ്പ വൈറസിനെ കുറിച്ച് നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു രോഗത്തിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരും വളരെ പേടിയോടെ കേട്ടിട്ടുള്ള ഒരു രോഗമാണ്. എന്താണെന്നറിയണ്ടേ? AIDS, എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. അത് ഒരു രോഗാവസ്ഥയാണ്. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നത് ഒരു കണ്ടീഷനാണ് അഥവാ ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ്. അപ്പം നമുക്ക് ആദ്യം പരിചയപ്പെടേണ്ടത് ആരെയാണ്? അതെ, തീർച്ചയായും എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിനെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ടത്. അത് മറ്റാരുമല്ല, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നറിയപ്പെടുന്ന HIV ആണ്. കൂട്ടുകാരെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നില്ലേ? വൈറസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പെറ്റുപെരുകുന്നത് ഹോസ്റ്റ് സെല്ലിന്റെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചാണെന്ന് അല്ലേ? ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. മനുഷ്യനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ആക്രമിക്കുന്നത് ആരെയാണെന്നറിയാമോ? ലിംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന കോശങ്ങളാണ് ലിംബോസൈറ്റ്സ് അല്ലേ? വളരെ പ്രധാനപ്പെട്ട ബ്ലഡ് സെൽസ് ആണ് ലിംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓർക്കുന്നില്ലേ നിങ്ങൾ? ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെ 9ാം ക്ലാസ്സിൽ വ്യത്യസ്ത തരം ബ്ലഡ് സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അവിടെ WBC അഥവാ വൈറ്റ് ബ്ലഡ് സെൽസിനെ കുറിച്ച് പലതരത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അല്ലേ? ഓർക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ചിലരൊക്കെ. വെരി ഗുഡ്. അതൊന്നും പെട്ടെന്നൊക്കെ മറക്കാൻ പാടില്ല, ഇനി അങ്ങോട്ടേക്കും ആവശ്യമുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലിംബോസൈറ്റ്സ് എന്ന WBC. ഓർക്കുന്നുണ്ടല്ലേ?
ആ WBC ആണ്, ആ ലിംബോസൈറ്റ്സുകളെയാണ് ഹോസ്റ്റ് സെല്ലുകളായിട്ട് വൈറസുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലിംബോസൈറ്റ്സുകളുടെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് ഇവർ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവർ പെറ്റുപെരുകും. അവസാനം ആ സെൽസ് ഡിസ്ട്രക്ട് ചെയ്ത് ഇവർ പുറത്തേക്ക് വരും. എന്നിട്ട് അഡ്ജസൻറ്റ് സൈഡിലേക്ക് വ്യാപിക്കുന്നു. ഇങ്ങനെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെ ലിംബോസൈറ്റ്സുകളുടെ എണ്ണം കുറയ്ക്കാൻ ആർക്ക് സാധിക്കും? ആർക്കാണ് സാധിക്കുക? അതെ, വെരി ഗുഡ്, HIV-ക്ക് സാധിക്കും. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ പ്രതിരോധ ശേഷിയെ കുറയ്ക്കുകയും HIV-യുടെ എണ്ണം കൂട്ടുകയും ചെയ്യും. അതായത് നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞ നിലയിലാക്കിയിട്ട് HIV എന്ന വൈറസിനെ നമ്മുടെ ശരീരത്തിൽ പെരുകിപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ സമയം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മറ്റു ചില രോഗാണുക്കൾ, അതായത് പാത്തജൻസ്, അവരിൽ പ്രധാനമായിട്ടും ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, അതുപോലെ ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുമാണ് കാണുന്നത്. ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി വളരെ ഫാറ്റൽ കണ്ടീഷനിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പോൾ ഇത് നമ്മുടെ പ്രതിരോധ ശേഷിയെ കുറിച്ച് HIV എന്ന വൈറസിനെ കൂട്ടുകയും ചെയ്യുന്നു. ഈ സമയം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പാത്തജൻസ്, അതായത് ഞാനിപ്പം പറഞ്ഞ പോലെ ന്യൂമോണിയയും ക്ഷയരോഗവും, അതൊക്കെ നമ്മുടെ ശരീരത്തേക്ക് വന്ന് നമ്മുടെ ശരീരം ഫാറ്റൽ കണ്ടീഷനിലേക്ക്, അതായത് അത്രക്കും താഴ്ന്ന ദയനീയമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എയ്ഡ്സ് രോഗാണു അഥവാ HIV-യെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടം പിടിച്ച ഒരു രോഗാണുവാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അതിനെന്താണ് കാരണം കൂട്ടുകാരെ? അത് തന്നെ, അതിന് പൂർണ്ണമായും ഒരു ചികിത്സ ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം. മരുന്നുകൾ കഴിക്കുന്ന വഴി നമുക്ക് പ്രതിരോധ ശേഷി കൂട്ടി വർഷങ്ങളോടും ഈ രോഗത്തെ ചേർത്ത് നിർത്താൻ സാധിക്കും. എന്നല്ലാതെ ഇതിന് പൂർണ്ണമായും ഒരു ചികിത്സ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും എയ്ഡ്സ് രോഗം നമ്മളിലേക്ക് എത്താതെ നോക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി എങ്ങനെയാണ് ഈ HIV നമ്മളിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ അതിന്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കി തരാൻ വളരെ ലളിതമായ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചേ. HIV എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് കണ്ടല്ലോ. ഇവിടെ HIV ബാധിതരായ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മറ്റൊരാളിലേക്ക് എത്തുന്നത് തടയാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? ആ ചിത്രീകരണം ഒന്നുകൂടി ഒന്ന് വീക്ഷിച്ചേ. അതിൽ കാണാൻ കഴിയുമല്ലേ? HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ത്രൂ സെക്ഷൽ കോണ്ടാക്ട് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതിലൂടെയാണ് HIV കൂടുതലായും പകരുന്നത്. അതുപോലെ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്, ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ഹെർ ഫീറ്റസ്. ഇതൊക്കെയാണ് HIV പകരുന്നതിനുള്ള കാരണം. മനസ്സിലായല്ലോ അല്ലേ? HIV-യെ കുറിച്ച് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകും. മാത്രമല്ല പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ടല്ലേ? എന്തൊക്കെയാണ് അറിയാല്ലേ? പറയൂ. അതെ, HIV ബാധിതരായ കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കുന്നു. അതുപോലെ അയൽക്കാരുമായുള്ള ബന്ധം ഇല്ലാതാക്കുന്നു. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമുക്കറിയാല്ലേ, നമ്മൾ കേട്ടിട്ടുമുണ്ട്. എന്താണ് ഇതിനുള്ള കാരണം? അതെ, എല്ലാവരും പറയുന്നു എയ്ഡ്സ് രോഗത്തോടുള്ള ഭയമാണ് ഇതിനുള്ള കാരണം. എയ്ഡ്സ് രോഗത്തുള്ള പേടി, അതാണ് നമ്മളിവിടെ അകറ്റി നിർത്താനുള്ള കാരണം. അപ്പോൾ നമ്മളിവിടെ അകൽച്ചയിൽ നിൽക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ് ഇത്. ഈ പറഞ്ഞ രീതികളില്ലാതെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതികളിലല്ലാതെ എയ്ഡ്സ് രോഗം പകരുമോ എന്നുള്ള സംശയം കൊണ്ടാണ് നമ്മൾ ഇതിനെ പേടിക്കുന്നത് അല്ലേ?
ശരി, നമ്മൾ ഇതിനെ അകറ്റുന്നത് ആ ഒരു കാരണം കൊണ്ടാണ് അല്ലേ? അതെ. അടുത്തത് നമുക്ക് എങ്ങനെയൊക്കെ എയ്ഡ്സ് രോഗം പകരില്ല എന്നതാണ്. അതൊന്ന് നോക്കിയാലോ. എങ്ങനെയൊക്കെ പകരില്ല? സ്പർശിച്ചാൽ പകരുമോ? ഷെയ്ക്ക് കൊടുത്താൽ പകരുമോ? തുമ്മിയാലോ ചുമച്ചാലോ ഒക്കെ പകരുമോ മറ്റു രോഗങ്ങളൊക്കെ പോലെ? ഇല്ല. സ്പർശിച്ചാലോ ഷെയ്ക്ക് കൊടുത്താലോ തുമ്മിയാലോ ചുമച്ചാലും ഒന്നും എയ്ഡ്സ് രോഗം പകരില്ല. അതുപോലെ മറ്റുള്ള രോഗങ്ങൾ പകരുന്നത് പോലെ കൊതുക് വഴിയും ഈച്ച വഴിയും എയ്ഡ്സ് രോഗം പകരുമോ? ഇല്ല. കാരണം അവർക്കൊന്നും HIV ബാഹാരവശേഷി ഇല്ല. അതുപോലെ ഒന്നിച്ച് താമസിച്ചാലോ ആഹാരം ഷെയർ ചെയ്താലോ ഒക്കെ HIV പകരുമോ? ഇല്ല. ഒരുമിച്ച് സ്റ്റേ ചെയ്താലോ ഒരേ കുളത്തിൽ കുളിച്ചാലോ ഒന്നും HIV പകരാൻ സാധ്യതയില്ല, പകരില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ എയ്ഡ്സ് രോഗം പകരുന്നതിൽ നിന്ന് നമുക്ക് ഉറപ്പായും 100% നമുക്ക് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയും. ഒരു വൈറസ് രോഗത്തെ കൂടി നമുക്ക് പരിചയപ്പെടാം അല്ലേ? ഹെപ്പറ്റൈറ്റിസ്. വളരെ മാരകമായേക്കുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. എന്താണ് കൂട്ടുകാരെ ഈ ഹെപ്പറ്റൈറ്റിസ്? ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ, കരളിനുണ്ടാവുന്ന ഒരു വീക്കം. പല കാരണങ്ങൾ കൊണ്ടും കരളിനുണ്ടായേക്കുന്ന ഒരു വീക്കമാണിത്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോള് വൈറസുകൾക്കുണ്ട്. അപ്പോൾ വൈറസുകൾ മൂലം കരളിനുണ്ടാകുന്ന വീക്കത്തിനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് വൈറസിന്റെ ആക്രമണം അല്ലാതെയും നിരവധി തരത്തിൽ കാണുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വൈറസുകൾ കാരണം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുന്നത്? അതിന്റെ കാരണക്കാരൻ ഒരു വൈറസ് ആണെന്ന് നമുക്കറിയാം. ഹെപ്പറ്റൈറ്റിസ് എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ കൂട്ടുകാർക്ക്? അതെ, ഹെപ്പറ്റൈറ്റിക് എന്ന് വെച്ചാൽ ലിവറുമായി ബന്ധമുള്ളത് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ കരളിനുണ്ടാകുന്ന വീക്കമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, കരളുമായി ബന്ധപ്പെട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ വിശദമായി പഠിച്ചത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കുന്നുണ്ടല്ലേ? അപ്പോൾ കരളിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഓർക്കുന്നില്ലേ? വെരി ഗുഡ്. എന്താണ്? അതെ, ഡൈജസ്റ്റീവ് ജ്യൂസായ ബൈൽ ഉണ്ടാക്കുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ചതൊക്കെ ഓർമ്മ ഉണ്ടല്ലേ? വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ താഴെയുള്ള പിത്തസഞ്ചി, അതായത് ഗാൾ ബ്ലാഡറിന് അകത്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബൈൽ എന്ന് പറയുന്നത് മഞ്ഞ നിറമുള്ള ഡാർക്ക് യെലോയിഷ് കളറുള്ള ഒരു ഫ്ലൂയിഡാണ് എന്നതൊക്കെ നമുക്കറിയാം അല്ലേ കൂട്ടുകാരെ? ഓക്കെ. അപ്പോൾ അതിന് മഞ്ഞ നിറം കൊടുക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു കളർ പിഗ്മെന്റ് ആണ്. അതിനെ നമ്മൾ ബിലിറൂബിൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ബിലിറൂബിൻ? ബിലിറൂബിൻ ഈസ് ദി കളർ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ബൈൽ. അവിടെ ബിലിറൂബിന്റെ എമൗണ്ട് കൂടുകയും അത് ബ്ലഡിൽ എത്തുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ, വൈറ്റ് പോർഷൻ ഓഫ് ഐ, കണ്ണിന്റെ വെള്ള നിറം, അതുപോലെ വിരലുകളൊക്കെ ഡാർക്ക് യെല്ലോയിഷ് അഥവാ കടുത്ത മഞ്ഞ നിറം ആയി തീരുകയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിന്, അതുപോലെ കണ്ണിന്റെ വെള്ള നിറത്തിനും, അതുപോലെ നമ്മുടെ വിരലുകളൊക്കെ ഡാർക്ക് യെല്ലോയിഷ് കളറായി തീരുകയും ചെയ്യും. ഇതാണ് അതിന്റെ പുറമെയുള്ള, അതായത് എക്സ്റ്റേണൽ സിംറ്റംസ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ലക്ഷണം എന്ന് പറയാം. എന്നാൽ
കരളിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഇത് എങ്ങനെയാണ് എത്തുക എന്ന് നമുക്ക് നോക്കാം അല്ലേ? അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, തീർച്ചയായും അതുണ്ടാവുന്നത് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിലൂടെയാണ്. അതായത് മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും. അതുപോലെ തന്നെ ബ്ലഡ് കോമ്പൗണ്ട്സിലൂടെയും പേഷ്യൻസിൻ്റെ എക്സ്ക്രീറ്റ വഴിയും ഇത് പ്രധാനമായും പകരുന്നത് എന്ന് പറയുന്നുണ്ട്. അതെ, ശരിയാണ്. അതുപോലെ സെക്ഷൽ കോണ്ടാക്ട് വഴി, ലൈംഗിക ബന്ധം വഴിയും ഇത് പകരാവുന്നതാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടയാവുകയും ചെയ്യുന്ന ഒരു വൈറസ് ആണെന്ന് നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിന് എതിരായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അതൊരു കുറിപ്പായി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.